നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറിന് ഇനി സാറിന്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്യാൻ കഴിയില്ല. അതും PKR സാർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സാറിന്റെ ഒരു അക്കൗണ്ടും ഇനി സാറിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. PKR സാർ എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുക. എന്റെ എല്ലാ അക്കൗണ്ടും ഡാഡി ഫ്രീസ് ചെയ്തെന്നോ? അതെ സാർ. അരീഷോ? അതെ സാർ. ഡാഡി, എന്താ കൈലാഷ്, എന്താ ഇതിന്റെ അർത്ഥം? നീ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഡാഡി എല്ലാ ജോയിന്റ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആക്കി മാറ്റിയെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു. അത് സത്യമാണ്. എന്തിന്? പറയാം. ആരാ ഇത്? രവി മോഹൻ, KMK കാഴ്സിന്റെ മാർക്കറ്റിംഗ് മാനേജറാണ്. ഞാനൊരു കാർ ബുക്ക് ചെയ്തിരുന്നു. ഇനിഷ്യൽ പേയ്മെന്റായി ചെക്ക് നൽകിയിരുന്നു. അത് ബൗൺസായി. അത് എന്നെ അറിയിക്കാനാണ് രവി മോഹൻ വന്നത്. രവിമോഹൻ പൊയ്ക്കോളൂ. വേറെ ചെക്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഡാഡി ഇതിന്റെ ജോയിന്റ് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്ത് എന്റെ ബിസിനസ് മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എന്റെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നെ ഞാൻ ആഡ് ചെയ്തത്. ബിസിനസ്സും ക്യാഷ് ഡീലിംഗ്സും നീ കൃത്യമായി ചെയ്യുമെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ നിനക്ക് ബിസിനസ് അറിയില്ല, ബിസിനസ്സും അറിയില്ല, പണത്തിന്റെ വിലയും അറിയില്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ നിന്നെ അനുവദിച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം പല വഴിക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ബിസിനസ് അക്കൗണ്ട്സ് എല്ലാം പഴയതുപോലെ ഇൻഡിവിജ്വൽ ആക്കി മാറ്റിയത്. നീ വിഷമിക്കണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരും. നീ ബുക്ക് ചെയ്ത പുതിയ കാറ് നിനക്ക് തന്നെ ലഭിക്കും. ഇന്ന് തന്നെ പുതിയ ചെക്ക് ഞാൻ ഷോറൂമിൽ എത്തിച്ചോളാം. വേണ്ട ഡാഡി, ഡാഡിക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഡാഡി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഡാഡിയെ ഡിപ്പെൻഡ് ചെയ്താ ഡാഡി പറയുന്ന സത്യമാണെന്ന് അർത്ഥം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അർത്ഥം. എനിക്ക് ആ കാറ് വേണം. അതെങ്ങനെ വാങ്ങണമെന്നും എനിക്കറിയാം. ഡാഡിയുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. നിന്റെ ഇഷ്ടം. നിനക്ക് ഞാൻ തരുന്ന പോക്കറ്റ് മണി വെച്ച് നിനക്കത് വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങിച്ചോളൂ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി മുതല് ഡാഡി തരുന്ന പോക്കറ്റ് മണി എനിക്ക് വേണ്ട. ഡാഡി തരുന്ന ചില്ലറയ്ക്ക് വേണ്ടി കൈ നീട്ടുന്ന കൊച്ചു കുട്ടിയൊന്നുമല്ല ഞാൻ. ഇനി മുതൽ എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് ലോണായിട്ട് എത്ര എമൗണ്ടാണ് വേണ്ടത്? സർ, ഒരു 10 ലക്ഷം. 10 ലക്ഷമോ? ഈ സാലറി സ്ലിപ്പിന് 10 ലക്ഷമോ? നിങ്ങളുടെ മന്ത്ലി സാലറി 40,000 രൂപയാണ്. ആനുവൽ ഇൻകം 5 ലക്ഷം രൂപ തികച്ചില്ല. പിന്നെ എങ്ങനെ 10 ലക്ഷം രൂപ ലോൺ തരും? 10 ലക്ഷം രൂപയുടെ അത്യാവശ്യമുള്ളതാണ് സർ. സാർ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം. എങ്ങനെ റെഡിയാക്കി തരാൻ? ഈ സാലറി സ്ലിപ്പ് വെച്ച് മാക്സിമം 2 ലക്ഷം. അത് മതിയെങ്കിൽ ഞാൻ പാസ്സാക്കി തരാം. വെറും 2 ലക്ഷം രൂപയോ? തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ നോക്കിയിട്ട് ഏത് ധനകാര്യ സ്ഥാപനവും ലോൺ തരൂ. 2 ലക്ഷം ലഭിക്കണമെങ്കിൽ തന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ജാമ്യം നിൽക്കുകയും വേണം. ഗവൺമെന്റ് എംപ്ലോയിയുടെ ജാമ്യം? ലോൺ തരാൻ മനസ്സിലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പോരെ സർ. സാറാ ഫയലിംഗ് എന്ന് പറു വാ. ലോൺ കിട്ടില്ല അല്ലേ പ്രിയം ചേട്ടാ? ഞാൻ എന്താ ചെയ്യാ? അച്ഛനോട് ഞാൻ എന്താ പറയാ? ലോൺ കിട്ടില്ല എന്ന് പാറുവിനോട് ആരാ പറഞ്ഞേ? PVI ബാങ്കില് എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ലോൺ ശരിയാക്കി തരും. ഞാൻ അവനെ വിളിച്ച് പറയാം. പാറുവാ.
പ്രദീപേ പാറു ഇത്